ഞാൻ 2 വർഷമായിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണി ചെയ്യുന്ന ആളാണ്. അതായത് എന്റെ ഹെൽത്തിന്റെ പെർഫോമൻസിന്റെ നോളജ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് വരുന്ന ആളാണ്. സോ അതിന് തന്നെ ഞാൻ കുറെ ഹാബിറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പുതിയ ഹാബിറ്റുകൾ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കലുണ്ട്. അന്ന് മുതൽ ആ 2 വർഷം മുന്നേ ചെയ്ത ഹാബിറ്റുകൾ എപ്പോഴും ചെയ്യുന്നുണ്ട്. ബട്ട് അതിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഇമ്പാക്ട് എനിക്ക് എന്റെ ലൈഫിൽ എന്റെ ഗ്രോത്തിന് വേണ്ടി ഉണ്ടാക്കി തന്ന മെയിൻ ആയിട്ട് 5 ഹാബിറ്റ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ 5 ഹാബിറ്റ്സുകളെ കുറിച്ചാണ്. സോ അപ്പൊ നിങ്ങളൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണി ചെയ്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. സോ അപ്പൊ ഹാബിറ്റിലേക്ക് പോവാം. ഹാബിറ്റ് നമ്പർ 1, വേക്കിംഗ് അപ്പ് വിത്തൗട്ട് സ്നൂസിങ്. അതായത് നമ്മളെല്ലാരും അലാരം വെക്കും, എന്നിട്ട് എണീക്കാൻ നേരത്തെ എന്തേക്കാരം അലാരം കേൾക്കുമ്പോൾ ഒന്നും കൂടി സ്നൂസ് ചെയ്യും, പിന്നെ 10 മിനിറ്റ് കിടക്കും, പിന്നെ 10 മിനിറ്റ് കിടക്കും, പിന്നെ നമ്മളെ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് എണീക്കാൻ പറ്റൂല. അതായത് ഈ ഫസ്റ്റത്തെ നമ്മൾ ഈ അലാരം തന്നെ സ്നൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ എണീക്കുന്ന സമയം തന്നെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡേ കൊളാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങളിപ്പോ പ്രത്യേകിച്ച് ഒരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങളിപ്പോ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്ത് വരുന്ന ഫസ്റ്റ് തന്നെ ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഒരു 6 മണിക്ക് അലാരം വെച്ചു, എന്നിട്ട് നിങ്ങൾ എണീറ്റത് ഒരു 6:45, 6:30 ആയപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളോട് പറയും ഇതിനെ കൊണ്ട് നടക്കൂല, എനിക്ക് ഈ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി ഇതൊന്നും എനിക്ക് വെഹിക്കിളിലാണ്. നിങ്ങൾ ആ സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂല, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് വെക്കൂല, നിങ്ങൾ ജിമ്മിൽ പോകാൻ കരുതിയേക്കും രാവിലെ, അതൊക്കെ അവിടെ ബ്ലോക്ക് ആവും. സോ ഈ സ്നൂസിങ് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ലൈഫത്തെ ഫസ്റ്റത്തെ സംഭവം തന്നെ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്താൽ ബാക്കി ആ ദിവസം മുഴുവനും പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ 3-4 വർഷമൊക്കെ ആയിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണി ചെയ്തു വരുന്നതാണ്, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഒരു ദിവസം സ്നൂസ് ചെയ്ത് കഴിഞ്ഞാലും, ഒരു ദിവസം എണീക്കാൻ വൈകി കഴിഞ്ഞാലും, നിങ്ങൾ ആ ദിവസം മുഴുവൻ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അതെന്താണ് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി കുറച്ച് നിങ്ങൾ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ സ്നൂസിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് എണീക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും എന്ത് എന്നെ കൊണ്ട് ഇത് നടക്കൂല, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് എനിക്ക് വയ്ക്കൂല എന്നൊക്കെ. ഇതിനൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ മേക്ക് യുവർ ഫോൺ ഫാർ. അതായത് നമ്മളെല്ലാവരും കിടക്കുമ്പോൾ ഫോൺ എവിടെ വെക്കുക വെച്ചാൽ, അല്ലെങ്കിൽ അലാരം വെക്കണ ക്ലോക്ക് ഉണ്ടാവുമല്ലോ, ഇത് നമ്മൾ കയ്യെത്താൻ ദൂരത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്തും. അതായത് നമുക്ക് ഓഫാക്കാൻ നമുക്ക് എത്ര രൂപത്തിലേക്കാരം നമ്മളെ സെറ്റ് ചെയ്തേക്കാം, നമ്മൾ കിടക്കുന്ന ബെഡത്തിലേക്കാരം നമ്മൾ ആ ഫോണും അല്ലെങ്കിൽ അലാരം ക്ലോക്കും വെച്ചേക്കാം. സോ കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് ദൂരത്തൊക്കെ വെക്കുക. കാരണം നമുക്ക് അലാരം കേൾക്കും വേണം, എന്നാലേ ഏറ്റവും നമുക്ക് അത് ഓഫാക്കാൻ വയ്ക്കരുത്. ഓഫാക്കാൻ വയ്ക്കുമ്പോൾ എങ്ങനെ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് പോയിങ്ങാണ്ട് ഓഫാക്കാം. അപ്പൊ എന്താ വരാം, ഓട്ടോമാറ്റിക്കായി നമ്മൾ എണീറ്റ്, അപ്പൊ നമ്മൾ എന്തായാലും കിടക്കാനുള്ള ചാൻസ് ഒരു 90% കുറവേക്കാരം. സോ അപ്പൊ ഫസ്റ്റത്തെ ഹാബിറ്റാണ് എന്ത്, വേക്കിംഗ് അപ്പ് വിത്തൗട്ട് സ്നൂസിങ്. അതിനുള്ള സൊല്യൂഷൻ ആണ് ഇങ്ങനെ എപ്പോഴും നിങ്ങൾ സ്നൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോൺ അല്ലെങ്കിൽ അലാരം വെക്കുന്ന സാധനം എന്ത് ചെയ്യുക, കുറച്ച് അകലെ ആക്കുക. അതായത് നിങ്ങൾ എണീറ്റ് പോയി ഇങ്ങോട്ട് ഓഫ് ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എണീക്കും. ഹാബിറ്റ് നമ്പർ 2, മെഡിറ്റേഷൻ. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹാബിറ്റ് ഐ ഹാവ് എവർ ഡിഡ്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഈ ഫസ്റ്റത്തെ ഒരു 5-8 വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിന്റെ മുന്നേ ഒരു മെഡിറ്റേഷൻ ചെയ്യായിരുന്നു, ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യായിരുന്നു. ബട്ട് തന്നെ അതിൽ കുറെ മിസ്റ്റേക്കുകൾ വന്നിക്കും ആ വീഡിയോസിൽ, ഫസ്റ്റത്തെ വീഡിയോസിൽ. ബട്ട് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഞാൻ എന്താ പറയുന്ന സംഭവത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു എന്തിനിപ്പോ മെഡിറ്റേഷൻ ചെയ്യണം, ഞാൻ 2 വർഷമായിട്ട് മെഡിറ്റേഷൻ ചെയ്തു, എനിക്ക് അങ്ങോട്ട് ഇപ്പൊ എന്ത് ഹെൽപ്പാണുള്ളത്, എനിക്ക് അങ്ങോട്ട് എന്ത് ഉപകാരം ഇല്ലത്. പിന്നെ ഞാൻ ഇടുന്ന ഒരു 10 വീഡിയോസിലും തെറ്റില്ല. അപ്പൊ കഴിഞ്ഞൊരു 10 വീഡിയോസിൽ ചെയ്തപ്പോ വീഡിയോസ് ഇട്ടപ്പോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാതെ എണീറ്റുടനെ ഞാൻ അങ്ങനെ വീഡിയോസ് ഇടാൻ നിർത്തി. സോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ത്, എനിക്ക് ഒരു ഇന്നർ വോയിസ് ഇങ്ങനെ സംസാരിക്കണവർ തോന്നി, ഇതിപ്പോ എന്തായി പറയണത് ശരിയാണോ, അതിൽ തെറ്റുണ്ടാവോ, അതില് അതിന്റെ ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു ഇന്നർ പേസ് ഇങ്ങനെ സൗണ്ട് വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കുറെ മിസ്റ്റേക്ക് വരല് തുടങ്ങി. സോ ഞാൻ എന്തായി ഇപ്പൊ ഒരു 5 വീഡിയോസ് ആയിട്ട് ഫുള്ള് മെഡിറ്റേഷൻ ചെയ്യും. ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് എന്താ വെച്ചാൽ നമ്മൾ കാമിലേസ് ചെയ്യിക്കാറ്, ഒരു കാമായിട്ട് ഒരു സമാധാനത്തിലുള്ള മൈൻഡ് സെറ്റ് ചെയ്യിക്കാറ്. പിന്നെ നമ്മൾ എന്താണ് പ്രവർത്തി ചെയ്യണേ അവിടെ നമ്മളെ ബോഡി നമ്മളെ മൈൻഡ് രണ്ടും ഒപ്പം നമുക്ക് വെക്കാൻ പറ്റും. ചില സമയത്ത് നമ്മൾ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളെ ബോഡി അവിടെ ഉണ്ടാവും, ബട്ട് നമ്മളെ മൈൻഡ് എവിടെയൊക്കെ കേൾക്കാം. ഇന്ന് നേരെ മറിച്ച് ഇപ്പോഴൊക്കെ ആണെങ്കിലോ എനിക്ക് ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്റെ ഫുൾ ഫോക്കസ് അടി, ഞാനൊരു ഫ്ലോ സ്റ്റേറ്റിലാണ്. ഞാനും ഈ വീഡിയോ എടുക്കലും ഒരു ഒന്നായ പോലെ ആ സംഭവത്തിന് മാത്രമേ ഞാൻ ചെയ്യും. സോ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മെഡിറ്റേഷൻ. അങ്ങനെ ഇപ്പൊ പഠിക്കാനിരിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും നമ്മളിപ്പോ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിക്കാതിരിക്കണതിനൊക്കെ തൊട്ട് മുന്നിൽ 5 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെ ചെയ്യാം, എത്ര ടൈപ്പ് ഉണ്ട്, എപ്പോൾ ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സോ ഹാബിറ്റ് നമ്പർ 3, മേക്ക് സോഷ്യലൈസിങ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണിയൊക്കെ ചെയ്തപ്പോൾ ഒരു ഫസ്റ്റത്തെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ഇപ്പൊ ഒരു 2 മാസമൊക്കെ ആയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ എന്ത് സാധനം നമ്മൾ ഗോള്
ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ റിലേഷൻഷിപ്പ്, നമുക്ക് നെറ്റ്വർക്ക് സംഭവമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കണം, നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക്, ഫാമിലിയുടെ അടുത്തേക്ക് പോകണ്ട. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക്, രാവിലെ നേരത്തെ എണീക്കുക, നമ്മൾ വർക്ക് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട, നമുക്ക് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണ്ട, ആൾക്കാരായിട്ട് പോയി വർത്തമാനം പറയണ്ട, ട്രിപ്പ് പോകണ്ട, അങ്ങനെയൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു മെന്റലി ഒരു ഫ്രസ്ട്രേറ്റഡില് ആ ഒരു സ്ഥലത്തേക്ക് എത്തലെടുത്തി. അതായത് ഒരു ക്ലാരിറ്റി പോയാൽ മതി. പിന്നെ ഞാൻ ചിന്തിച്ചെടുത്തി, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, സംഭവങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഒരു ക്ലാരിറ്റി കിട്ടാത്ത പോലെ ഒരു ലൈഫ് ആകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, പിന്നെ ഞാൻ അത്രയും 2 വർഷം ഞാൻ ഫ്രണ്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ആളടുത്തൊക്കെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങൂല. പിന്നെ ഇപ്പൊ 2 മാസമായിട്ട് എന്ത് ചെയ്യും, ഞാനിങ്ങനെ പുറത്തൊക്കെ കറങ്ങി നിർത്തി, ഫ്രണ്ട്സുകളായിട്ട്, ആൾക്കാരായിട്ട്, ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ കൂടുതൽ കൊളാബർ ചെയ്ത് വർത്താനം പറയാൻ നിർത്തി. സോ അപ്പൊ മെന്റലി അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഒന്നുകൂടി മെന്റലി ഫ്രീ ആയി. സോ ഇപ്പൊ സോഷ്യലൈസിങ്, നിങ്ങളിപ്പോ അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യണ ഏതൊരാൾക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ് എന്ത് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്താൽ മതി, നമ്മളെ കൂടെ ആരും വേണ്ട. സോ അങ്ങനല്ല, നമ്മളെ കൂടെ ആരാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ഡെവലപ്പ് ആവുക. സോ അപ്പൊ എന്ത് ചെയ്യട്ടെ, ലൈഫിൽ കുറച്ച് ടൈമെങ്കിലും, എന്നൊരു കുറച്ച് സമയമെങ്കിലും ഈ സോഷ്യലൈസിങ്ങിന് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് വർത്താനം പറയാനുള്ള സമയം മാറ്റിവെക്കുക. അതാണ് ഹാബിറ്റ് നമ്പർ 3. ഹാബിറ്റ് നമ്പർ 4, നോ ഫോൺ ഫോർ ഫസ്റ്റ് 3 hours. എണീറ്റ ഉടനെ എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും ഫസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് എണീറ്റ ഉടനെ ഫോൺ എടുക്കും. ഈ ഫോണിൽ ഉണ്ടാവുക മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിപ്രസീവ് ആയിട്ടുള്ള സംഭവങ്ങളും, അതായത് ഡിപ്രസീവ് ആയിട്ടുള്ള ന്യൂസുകളും, ഒന്ന് ന്യൂസുകളും, ഒന്ന് ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളും. ഡിപ്രഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണത് നമ്മളെ ലൈഫിൽ, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നമ്മള് സക്സസ് കാണും. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത്, എസ്പെഷ്യലി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് കറങ്ങാൻ പോകുന്നത്, ഓല് ബൈക്ക് എടുക്കുന്നത്, ഓലെ ഐഫോൺ വാങ്ങുന്നത്, പോലെ ലൈഫിൽ നല്ല പാർട്ണറായിട്ട് കറങ്ങുന്നത്, ഈ സംഭവങ്ങൾ, അതായത് ഓരോ ലൈഫിൽ നടക്കുന്ന നല്ല സംഭവങ്ങൾ മാത്രമേ കാണാം. സോ നമ്മൾ രാവിലെ തന്നെ നമ്മളെ ലൈഫും ഓരോ ലൈഫും വെച്ചാണ് കമ്പാരിസൺ ചെയ്യും. ഓരോ ലൈഫിൽ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ, അപ്പൊ തന്നെ നമ്മൾ ആ ഡേ മുഴുവൻ കൊളാവും. സോ പിന്നെ രണ്ടാമത്താണ് ഇതിലുണ്ടാവുക ന്യൂസുകൾ, അതായത് ആരെങ്കിലും സൂസൈഡ് ചെയ്തതോ, അവിടെ ഇത് പറ്റിയെന്നോ, ഇവിടുത്തെ പറ്റിയെന്നോ, അത് കേട്ടിട്ട് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ഒരു സാഡ് മൂഡിലേക്ക് പോകും. സോ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒരു 2 മണിക്കൂറിലേക്കെങ്കിലും നിങ്ങൾ ആ രാവിലത്തെ ഡീപ്പ് വർക്ക്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ആ രാവിലത്തെ പഠനം കഴിയുന്നത് വരെ ഒരിക്കലും നിങ്ങൾ ഫോൺ എടുക്കരുത്. അതിന് ഏറ്റവും നല്ലത് ഫോണിന്റെ നോട്ടിഫിക്കേഷന് കാര്യങ്ങൾ മൊബൈലായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെക്കാം. സോ ഹാബിറ്റ് നമ്പർ 5, ലാസ്റ്റത്തെ ഹാബിറ്റ് ആണ് ജേർണലിംഗ്. അതായത് നമ്മളെ തോട്ടുകൾ, നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതുക. മെയിൻ ആയിട്ട് ഞാൻ ജേർണൽ ചെയ്യല് 3 സംഭവങ്ങളാണ്. ഒന്ന് ടു ഡു ലിസ്റ്റ്, രണ്ടാമത്തത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ്, മൂന്നാമത്തത് നമ്മളെ മെന്റലി ഫുള്ള് ഫ്രസ്ട്രേറ്റ് ആയിട്ട് കുറെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള ആക്ഷൻസ്, അതിനുള്ള സിസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാതെ നോക്കുമ്പോൾ, അതായത് 3 ടൈപ്പ്. അതിൽ ഫസ്റ്റത്തെ ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മൾ ഇന്ന് കിടക്കണതിന്റെ തൊട്ട് മുന്നേ ചെയ്യും, നാളെ എന്തൊക്കെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, എത്ര ടൈമിലൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഫുൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അതാണ് ടു ഡു. അതെന്ത് ചെയ്യാനും നമ്മളെ പിറ്റത്തെ ദിവസം രാവിലെ എണീറ്റോടെ ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോ എന്താ ചെയ്യുക, അത് കഴിഞ്ഞ് എന്താ ചെയ്യാന്ന് ചിന്തിക്കണ്ട. നമുക്കൊരു പ്ലാൻ ഉണ്ട്, നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ട്, അത് എഴുതി വെച്ചേക്കുന്നത്, അത് നോക്കിയാൽ ചെയ്താണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ടിക്കറ്റ് പോയാൽ മതി. ആ ടു ഡു ലിസ്റ്റ് സംഭവം നല്ല സംഭവമാണ്. ഈ സക്സസ് ആയ ആൾക്കാരൊക്കെ കീപ്പ് ചെയ്യുന്ന സംഭവമാണ്. അതായത് നമുക്ക് ആ ദിവസം മുഴുവൻ ഒരു ക്ലാരിറ്റി കിട്ടും, എന്ത് എപ്പോ എവിടെ എത്ര ടൈമിലേക്ക് വരെ ചെയ്യണം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ നമ്മളെ സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ പഠിക്കാനൊക്കെ ഇനി ഏറ്റവും നല്ലതാണ് ഇത്ര സമയം പഠിക്കുക, ഇത്ര സമയം റെസ്റ്റ് ചെയ്ത്, ഇനി സമയം കൊണ്ട് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒരു എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. രണ്ടാമതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ. അത് ഞാൻ പറയാൻ പോകുന്നത് തൊട്ട് മുന്നേ ഞാൻ ചെയ്യല്. അതായത് നമ്മളെപ്പത്തെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് കമ്പാരിസൺ ചെയ്ത് നടക്കുകയാണ്. ഓന്റെ ലൈഫിൽ അതുണ്ട്, ഓനക്ക് അതുണ്ട്, ഇതുണ്ട്. നമ്മള് കൂടുതലും മനുഷ്യന്മാര് നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കണതിന് പകരം ഇല്ലാത്തതിനെ കുറിച്ച് കൂടുതലും ചിന്തിക്കുക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുക. അതായത് നമുക്ക് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യം കൊണ്ട് പ്രൗഡാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടുഡേ ഐ ആം പ്രൗഡ് ഓഫ് ഐ ഗോട്ട് ദി ഗുഡ് ഫുഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്താ ഞാൻ എന്റെ 3 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, ഞാൻ അവരോട് കൂടുതൽ വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ 3 നേരം നല്ല ഫുഡ് കഴിച്ചു, എനിക്ക് എന്റെ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ ദിവസം ഗ്രേറ്റ്ഫുൾ ആയ എന്തെങ്കിലും സംഭവത്തിനെ കുറിച്ച് ചെയ്താൽ, ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം 3 നേരം ഫുഡ് കഴിച്ചേക്കും, ആ ദിവസം നല്ല ഒരു ഉറക്കമുറങ്ങിയേക്കും, ആ ദിവസം വെള്ളം കുടിച്ചേക്കും, അതല്ലെങ്കിൽ ആ ദിവസം ആരെങ്കിലും ഒക്കെ കണ്ടേക്കും, അതിനെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. സംഭവം അത്രേ ഉള്ളൂ. അതിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്രേ ഉള്ളൂ. നമുക്ക് എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഉണ്ട്, നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്, അതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക. മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യലില്ല, എപ്പോഴേലൊക്കെ ചെയ്യുള്ളൂ. അതായത്
നമ്മളെ തോട്ടുകൾ മുഴുവൻ ഒരു പേപ്പർക്കാണ് കൊടുക്കുക. നമ്മളെ കുറെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി ഇത് ചെയ്യണം, നാളെ അത് ചെയ്യണം എന്നൊക്കെ ഫുള്ള് നമ്മൾ റെഡിയാക്കി വെക്കും. എന്നിട്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടൂല. ഇതൊക്കെ ഇങ്ങനെ ചെയ്താലൊക്കെ അത് റെഡി ആകുമോ, ഇത് ചെയ്താൽ അവിടെ എത്തുമോ, ആ ഗോളിലേക്ക് എത്തുമോ എന്നൊക്കെ ഒരു ക്ലാരിറ്റി ഇട്ടാക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ തലയിലുള്ളത് മുഴുവൻ ഒരു പേപ്പർക്കാണ് എഴുതുക. അതായത് നിങ്ങളെ തലയിലുള്ള സംഭവങ്ങൾ മുഴുവൻ ഒരു പേപ്പർക്ക് കൊടുക്കുക. അതെന്താ വെച്ചാൽ നമ്മൾ കോൺഷ്യസ് മൈൻഡ്, നമ്മളിപ്പോഴത്തെ ആക്റ്റീവ് ആയിട്ടുള്ള മൈൻഡിന് സംഭവങ്ങൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിൽ നമുക്ക് എത്ര കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം. നേരെ മറിച്ച് കോൺഷ്യസ് മൈൻഡിലാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര സംഭവങ്ങളെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ. അപ്പൊ അത്ര നമ്മൾ പെട്ടെന്ന് മറക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എടുത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിന്റെ മേലക്കാണ് ഇടുകയാണ്. ഒരു കൊട്ടെടുത്ത് തട്ടണ പോലെ എന്ത് ചെയ്യാം, ആ സംഭവങ്ങൾ മുഴുവൻ പേപ്പർക്ക് എഴുതുക, എന്നിട്ട് അത് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും എന്തൊക്കെ ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി എന്നൊക്കെ ജസ്റ്റ്. അതായത് നിങ്ങൾ കൂടുതൽ മെന്റലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, അത് ചെയ്താൽ മതി. സോ അപ്പൊ അത്രയുള്ള 5 ഹാബിറ്റാണ് ഞാൻ ബ്രീഫ്ലി പറഞ്ഞുതരാം. ഫസ്റ്റത്തെ എന്ത് ചെയ്യാ, വേക്കപ്പ് വിത്തൗട്ട് സ്നൂസിങ്, അലാരം ഇനിയും പ്രോകാസ്റ്റിനേഷൻ ചെയ്യാതെ വേഗം അലാരം അടിച്ച എണീക്കാൻ നോക്കുക. രണ്ടാമത്തെ മെഡിറ്റേഷൻ ചെയ്ത ഫസ്റ്റത്തെ രാവിലത്തെ എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യണത്. ഇപ്പൊ എന്റെയൊക്കെ ഇതിലാണെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ, ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കല്, ഇപ്പൊ ഇതിന്റെ തൊട്ട് മുന്നേ മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾ പഠിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഡിസൈനർ ആണെങ്കിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ മുന്നേ, അല്ലെങ്കിൽ എഡിറ്റർ ആണെങ്കിൽ എഡിറ്റിങ്ങിന്റെ മുന്നേ ഒന്നും കൂടി ചെയ്താൽ നമുക്കൊരു കാം മൈൻഡ് സ്കീം, നമുക്ക് ആ പ്രവൃത്തി തന്നെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. മൂന്നാമത്തെ പറഞ്ഞു സോഷ്യലൈസിങ്, ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകാൻ നോക്കുക, ആൾക്കാരായിട്ട് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കൂടുതലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ പറഞ്ഞ മാതിരി എണീറ്റ് ഉടനെ 3 മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ 2 മണിക്കൂറിലേക്ക് നമ്മൾ ഫോൺ നോക്കാതൊക്കെ. ലാസ്റ്റത്തെ പറഞ്ഞു ജേർണലിംഗ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ, ഹെൽപ്ഫുൾ ആയി കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.